കോൾ ഷാജാൻ എന്ന് പറയുന്നുണ്ട്. വിളിക്കണം ചേട്ടനോ എന്റെ ഞാനൊരു കാര്യം പറട്ടെ. ഷാജാന് ഞാൻ ഇത് സീക്രട്ട് ഏജന്റിനോട് നമ്പർ ചോദിച്ചു. സീക്രട്ട് ഏജന്റിനോട് ഷാജാന് നമ്പർ ചോദിച്ചു. എന്നിട്ട് അവനോട് ചോദിച്ചിട്ട് തരാന്ന് പറഞ്ഞു. സീക്രട്ട് ഏജന്റ് അവനെ വിളിച്ചിട്ട് ചോദിച്ചിട്ട് എന്നെ തിരിച്ചു വിളിച്ചു. സീക്രട്ട് ഏജന്റ് പറഞ്ഞു വെച്ചാൽ എന്റെ ലോഡിയുണ്ട്. സീക്രട്ട് ഏജന്റ് പറഞ്ഞു വെച്ചാൽ ഷാജാൻ പറഞ്ഞത് തൊപ്പിക്ക് എന്റെ നമ്പർ കൊടുക്കണ്ടെന്ന്. ഇതാണ് ഷാജാൻ പറഞ്ഞത്, മനസ്സിലാവും? ഇതാണ് ഷാജാൻ പറഞ്ഞത്. ഇവന് നമ്പർ എന്റെ നമ്പർ കൊടുക്കണ്ട, ഷാജാന്റെ നമ്പർ തൊപ്പിക്ക് കൊടുക്കണ്ടെന്ന് സീക്രട്ട് ഏജന്റിനോട് പറഞ്ഞു. ഇതാണ് അവസ്ഥ, മനസ്സിലാ? പിന്നെന്ന് വെച്ചാ പിന്നെ വേറെ കാര്യമുണ്ട്. പിന്നെ ഇവൻ ഇന്നൊരു വീഡിയോ ഇട്ടിന് ലൈവിൽ കാണാം, ഇതാക്കാം, എന്തെങ്കിലും പ്രിപ്പയർ ചെയ്ത് എഴുതി വെച്ചിട്ടല്ല അവിടെ കാത്തുക്കുന്നുണ്ടാവും. ഞാനൊരു കാര്യം പറട്ടെ, നിന്റെ സമയത്തിന് വിളിക്കാനല്ല ഞാൻ എടുക്കുന്നത്. ഞാൻ വിളിക്കും, ഞാൻ ടൈമും സമയം ഇതാക്കിയിട്ട് ഞാൻ വിളിക്കും. ഞാൻ ഫ്രീ ആവുമ്പോ, മനസ്സിലാ? ഇപ്പൊ ഈ മൂവി പ്രൊമോഷൻ ഇതെല്ലായിട്ട് ഞാൻ കുറച്ച് ബിസിയാ. ഞാൻ കുറച്ച് തിരക്കില്ല. ഞാൻ വിളിക്കുമ്പോ നീ വരണം കേട്ടാ, കോമാളി. നീ കുനിഞ്ഞോണ്ട് ഇങ്ങനെ വരണം. അല്ലാണ്ട് നിന്റെ സമയത്തിന് നിൽക്കാനല്ലടാ ഞാൻ ഇവിടെ നിക്കുന്നത്. മാറി പിന്നെ ഓന്റെ സമയത്ത് ലൈവിൽ കാണാം. ഓന്റെ സമയത്തിന് ഞാനവിടെ ഇതാക്കാം. ഇന്നലെ ഞാന് എത്ര 1-2 മണിക്കൂർ നിന്നെ ട്രൈ ചെയ്തല്ല. 2 മണിക്കൂർ നീ എവിടെയായിരുന്നു? കട്ടിന്റെ അടിയിൽ ഒളിച്ചു വന്നിട്ട്, ബാത്റൂമിലും കട്ടിന്റെ അടിയിലും നീ ഒളിച്ചു വന്നില്ല ഇന്നലെ 2 മണിക്കൂർ. എടാ ലൈവ് എന്നല്ല പറഞ്ഞാൽ സ്പോട്ടിൽ കോളത്ത് റിപ്ലൈ പറഞ്ഞു. അല്ലാണ്ട് 2 ദിവസം പ്ലാൻ ചെയ്ത് എഴുതി വെച്ച് സ്ക്രിപ്റ്റ് ആക്കി രാത്രി ഒരു ടൈമിന് ഇങ്ങനെ കാത്തുക്കുന്നു. നിന്റെ സമയത്തിന് ഞാൻ നിന്നെ വിളിക്കാം. ആടാ മോനെ, ഞാടെ പ്രിപ്പയർ ചെയ്തിട്ട് നീ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് ഒരു അപേക്ഷ കത്ത് എഴുതിത്താ. എന്റെ ഒരു അപ്പോയിന്റ്മെന്റ് എഴുതിത്താ. അപ്പൊ നിന്റെ എന്റെ ലൈവിൽ കേട്ടാ. പറ്റുമ്പോ പുറത്ത് വന്ന് വെയിറ്റ് ചെയ്യും. ആലോചിക്കാം. നീലക്കുയിൽ റിപ്പോർട്ടർ ഇടോ? നീലക്കുയിലെ റിപ്പോർട്ട് അടിക്കണം. എന്താ പറയണത്? അല്ല, എന്റെ അഭിപ്രായത്തില് എന്ത് ഇതായാലും നമ്മള് വേറൊരാളെ റിപ്പോർട്ട് അടിച്ച് പൊട്ടിക്കുന്നത് ഭീരുത്വം. അത് ഭീരുത്വം അല്ല? അല്ലെ പിന്നെ ഒരു അങ്ങനത്തെ ഒരു സീരിയസ് ഇത് ചെയ്യണം, ക്രൈം ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ജയിപ്പിക്കും, മനസ്സിലാവും? ഇതെന്ന് വെച്ചാൽ അവിടെ അങ്ങനത്തെ ഇതൊന്നും ഉണ്ടല്ലോ. ഇവന്മാര് ഞാൻ 2 പറയുമ്പോൾ ഇവര് പേടിക്കാന്ന്, മനസ്സിലാവും? ഇവന്മാര് നമ്മളൊരു അപ്പാവികളാണ്. ഈ നീലക്കുയിൽ എന്ന് പറഞ്ഞാല് ജീവിക്കാൻ വേണ്ടി വേറെ വഴിയില്ലാത്തോണ്ട് ഇങ്ങനെ കുനിഞ്ഞു കൊടുത്ത് ജീവിക്കുന്ന ഒരു മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആണ് ഇവര്, മനസ്സിലാവും? ഇവര് ആൺവേശികളാണ്, മനസ്സിലായി? ഇവര് ആൺവേശികളാണ് ഈ നീലക്കുയിൽ എന്ന് പറഞ്ഞാൽ. ഇതാക്കണ്ട, ജീവിച്ചു പോട്ടെ. ഈ 10-9 പേർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് ഇങ്ങനെയാണ്, മനസ്സിലാവും? ക്യാമറ കൊണ്ട് ഞാൻ വേളിയിൽ നിന്ന് കാണിച്ചു തരാം. നിനക്ക് എടുക്കാനുള്ള സാധനം എന്റെ ഉണ്ട്. ഷാജഹാൻ, എനിക്കൊരു കാര്യം പറയണം. ഷാജഹാന്റെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞാണ്, ഇന്ന് ഈ വീടിന്റെ വാതിൽ ഞാൻ അടയ്ക്കൂല, ഞാൻ ഇതൊന്ന് തുറന്നിട്ടേക്കും, ഇതിന്റെ വെളിയിൽ ഞാൻ കാണും. നീ വരണമെന്നുണ്ടെങ്കിൽ ഇന്ന് വാ. നിനക്ക് ഒറ്റയ്ക്കല്ലേ ചെയ്യാൻ പറഞ്ഞു. നീ ഒറ്റയ്ക്ക് എന്റെ അടുത്ത് വാ. എന്നിട്ട് നിനക്ക് ഇച്ചിരി ഒരു ആവതുണ്ടെങ്കിൽ നീ അകത്തൊന്ന് നീ ഒരു കളം വരയ്ക്കാനല്ലേ പറഞ്ഞ. ഇതാണ് കളം, ഇവിടെ കളം. അടുത്ത് വീണ്ടും പറയാം, നീ ആദ്യം എന്റെ അടുത്തൊന്ന് കളിച്ച് എന്തെങ്കിലും ഒരു ഇതാവ്. നീ ജയിക്കാൻ നിന്നെ കൊണ്ട് പറ്റൂല. ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ഇതായിട്ട് നീ എന്റെ അടുത്ത് വാ. ഇത് വളരെ മോശമാണ് ഷാജഹാൻ, നിന്നെ കൊണ്ട് പറ്റൂല. ഞാൻ നിന്റെ അടുത്ത് വീണ്ടും പറയാം, ഇവ നിന്റെ അപ്പനെ വിളിച്ചോളൂ. ഞാൻ നിന്റെ തന്തയുടെ തന്തയ്ക്ക് വിളിക്കും. അതിന്റെ മോനെ നീ സംസാരിക്കുമ്പോ 100 നായിന്റെ മോനെ ഇതെങ്കിലും പറയണോടാ. അത്രയും താഴെയാന്ന് ഓൻ തെറി വിളിക്കുന്നത്. വിളിക്കണമെങ്കിൽ ഇതിന്റെ അപ്പുറം വിളിക്കണം, മനസ്സിലായോ? അറിയാത്തോണ്ടല്ല. അല്ല നായന പറയുന്നുള്ളതിന് നമുക്ക് പണിഷ്മെന്റ് ഇല്ല. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്, മനസ്സിലാവും? റിപ്പോർട്ട് നീലക്കുയിൽ എടാ വേണ്ട മതിയാണ്. ആ പരിപാടിക്ക് നമ്മളില്ല. നമ്മൾ ഈ ഭീരുത്വത്തിന് നമ്മളില്ല, മനസ്സിലാ? നമ്മളെല്ലാം ആടെ നമ്മൾ ഈ ഓൺലൈൻ പരിപാടിയില്ല. നമ്മള് നേരിട്ട് പോയി അവന്റെ മുക്കടിച്ച് പൊട്ടിക്കാൻ വേണ്ടി അവന്റെ മുന്നിലാണ് നിന്ന്, മനസ്സിലാ? ഓനൊന്ന് വറച്ച് റിപ്പോർട്ട് അടിച്ചിട്ട് നമ്മൾ ഇവനെ പോലെ തന്തയില്ലാത്ത പോലെ.
ഇഷ്യൂ എന്താവാനാ ഒന്നും ആകാനൊന്നുമില്ല. ഓന്റെ സമയത്തിന് നമുക്ക് ഇതാക്കാൻ വിളിക്കാൻ നമുക്ക് താല്പര്യമില്ല, മനസ്സിലാ. എന്റെ സമയത്തിന് എനിക്ക് തോന്നും, എനിക്കൊരു മൂഡ് വരുമ്പോ ഞാൻ വിളിക്കും. അതുവരെ ഒന്ന് അതിനെ പോലെ വെയിറ്റ് ചെയ്യട്ടെ. അല്ല പിന്നെ അല്ല, ഞാൻ ചിലപ്പോ തൂറുമ്പോ വിളിക്കുവാനാ. എന്താ ഓ വെയിറ്റ് ചെയ്യട്ടെ. ഇന്നലെ ഞാൻ 2 മണിക്കൂർ ഇവിടെ വ്യൂവേഴ്സ് മൊത്തം വെയിറ്റ് ചെയ്തല്ല. അതായി കോൾ എടുത്താ കറക്റ്റ്. നിങ്ങളൊരു കാര്യം ഗൈസ്, നിങ്ങൾ വേറൊരു കാര്യം ആലോചിക്കണം. ഇന്നലെ ഞാൻ 12:34 ലൈവ് എൻഡ് ചെയ്ത് ലൈവ് എൻഡ് ചെയ്ത സ്പോട്ടില് മെസ്സേജ് വന്ന്. അതായത് ഇവർ ഉറങ്ങിപ്പോയതാ അല്ലെങ്കിൽ അങ്ങനെയല്ല ആണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ റിപ്ലൈ വരണത്. അതായത് നമ്മുടെ ഈ ഇത് ഞാൻ ഒരു അയച്ച ഓടിയോ അതോട് ഹായ് ഹലോ എന്ന് പറഞ്ഞിട്ട് യെസ്റ്റർഡേ അറ്റ് 12:34 AM കണ്ടോ. ഇന്നലെ കറക്റ്റ് 12:34 അതായത് 12:30 നമ്മള് ലൈവ് എൻഡ് ചെയ്ത് 12:34 തിരിച്ച് മെസ്സേജ് അയച്ച് ഹായ് ഹലോ എന്ന് പറഞ്ഞിട്ട്. അതെന്ത് എന്നിട്ട് ഇപ്പൊ അതെല്ലാം കഴിഞ്ഞ് ആ ലൈവെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം ഫുള്ള് ഇരുന്ന് പ്ലാൻ ചെയ്ത്. ഞാൻ ലൈവ് അല്ലല്ലോ, പിറ്റേ ദിവസം രാത്രി ഇന്ന് രാത്രി ഞാൻ ലൈവ് വരുമെന്ന് എനിക്കറിയാം. ഫുള്ള് പ്ലാൻ ചെയ്ത് ഒരു വീഡിയോ ഇറക്കി ഇന്ന് ഞാൻ പൊളിച്ചു വരാം, ഇന്ന് രാത്രി ലൈവ് എന്തെല്ലാം ഉണ്ടാക്കുന്നതെല്ലാം പറഞ്ഞിട്ട് ഫുൾ പ്രിപ്പയർ ചെയ്ത് സ്ക്രിപ്റ്റ് ചെയ്തോ കള്ളാസുമായിട്ടാണ് ഇരിക്കുന്നുണ്ടാവും. ഏത് ഓന്റെ ടൈമിൽ ഞാൻ വിളിക്കാൻ പറ്റും. ഇതാ കോൾ സാജാന്ന് പറഞ്ഞു. ഓന്റെ സമയത്തിന് വിളിക്കാൻ എനിക്കിപ്പോ സൗകര്യം ഇല്ലടാ. എന്റെ സമയത്തിന് ഓൻ വരണോ. ഇന്നലെ ഞാൻ വിളിച്ചപ്പോ എടുത്തില്ലല്ലോ. ഇനി വെയിറ്റ് ചെയ്യട്ടോ മനസ്സിലാ. ഓനിങ്ങനെ നാവും പുറത്തിട്ട് നട്ടിനെ വെയിറ്റ് ചെയ്യട്ടാ. എന്റെ സമയത്തിന് ഞാൻ വിളിക്കടാ. ഇനി നിനക്ക് അത്രക്ക് ഇതുണ്ട് അപ്പോയിന്റ്മെന്റ് എടുക്കടാ. അല്ലെ പുറത്ത് വന്നിട്ട് നായി കാത്തുക്കുന്ന പോലെ കാത്തുക്കടാ. പട്ടിനെ പോലെ നിൽക്ക് എന്റെ ലൈവില് കയറണമെങ്കിൽ. അല്ലെങ്കിൽ എന്റെ ലൈവില് നിനക്ക് സ്പേസ് വേണമെങ്കിൽ നീ വെയിറ്റ് ചെയ്ത് നിൽക്ക് പുറത്ത് വന്നിട്ട്, മനസ്സിലാടാ. അല്ല പിന്നെ അവൻ്റെ ആലാക്ക് നെക്സ്റ്റ് ലൈവ് വിത്ത് ഷെയ്ക്ക് എപ്പോ അതറിയില്ല നോക്കാം. കുഞ്ഞൻ സ്റ്റോറി എന്താ കുഞ്ഞൻ സ്റ്റോറി? കുഞ്ഞമ്മാണ്ടിക്കാട്. ഇനി ഈ കുഞ്ഞമ്മാണ്ടിക്കാടിന് ഞാൻ റീച്ച് കൊടുക്കണം. ഞങ്ങളെ കുട്ടനെത്തിയിട്ടുണ്ട്. BPC ആണ് ഞങ്ങളുടെ നാട്ടില് BPC എന്നാണ് പറയുന്നത്. ഇതാണോ കാര്യങ്ങൾക്ക് മുടക്കുണ്ടോ ഷാജാൻ ഒന്നിച്ച ഇവനുള്ളതെന്ന് അറിയിക്കാനോ? അതിനെന്തിനാ ഇവന്റെ നോക്കുന്നത്? തൊപ്പിക്ക് കൊടുത്തെങ്ങനെയുണ്ട്? നീ വല്ല കൊടുത്തു വിട്ടോ വീട്ടിൽ നിന്ന്? അത് പറയില്ല. പിന്നെ ഇത് സ്റ്റോറിയിൽ വരുമ്പോട്ടോ പാണ്ടിക്കാട് കുഞ്ഞാലി അതിലിപ്പോ തന്നെ സ്റ്റോറിയിൽ ഉണ്ടാവും. ഇതെന്തിനാ ഞാൻ കാണുന്നത് ഈ സ്റ്റോറി? ലോട്ട കോളൊന്നും ഇല്ല. അത് എന്ത് എനിക്ക് ഇഷ്ടമുള്ളപ്പോ ഞാൻ കോൾ ചെയ്യും, മനസ്സിലാ. ഞാൻ ചിലപ്പോ നാളെ കോൾ ചെയ്യും, അല്ലെങ്കിൽ ഇന്ന് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് കുറച്ച് തന്നെ ഞാൻ കോൾ ചെയ്യും, അല്ലെങ്കിൽ നാളെ കോൾ ചെയ്യും, അല്ലെങ്കിൽ മറ്റന്നാളെ കോൾ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ കക്കൂസിൽ തൂറായിരിക്കും കോൾ ചെയ്യും, മനസ്സിലാവും. എനിക്ക് ഇഷ്ടമുള്ളപ്പോ എന്റെ സമയത്തിന് അവൻ വരണം. ഇനി അതാണ് ഞാൻ വിളിച്ചപ്പോ വന്നില്ല, അപ്പൊ ഇനി ഞാൻ വെയിറ്റ് ചെയ്യട്ടെ, അത്രേ ഉള്ളൂ. പാവം അവിടെ കഷ്ടപ്പെട്ട് ഫുള്ള് പ്രിപ്പയർ ചെയ്ത് പേപ്പറെല്ലാം ആയിട്ട് നിൽക്കുന്നുണ്ടോ. ഫുള്ള് ചിലപ്പോ ചുറ്റും കുറച്ച് ആൾക്കാരെല്ലാം കൂട്ടിയിട്ടുണ്ടോ, കുഞ്ഞനും ഹോട്ടലെല്ലാം കൂട്ടിയിട്ട് കുഞ്ഞിക്കുഞ്ഞെല്ലാം കൂട്ടിയിട്ട് ചുറ്റി ഇങ്ങനെ ഇരുന്നിട്ട് ഒരു ഗ്യാങ്ങായിട്ട് ഇരിക്കുന്നുണ്ടാവും ചിലപ്പോ. അങ്ങനെ നിന്റെ ഒന്നും പ്രിപ്പറേഷന് നിന്നേരാൻ സൗകര്യം ഇല്ലടാ, മാറി. Guys, good night everybody.